101 വാർഡിലെയും കൗൺസിലർമാരെ ഒരുമിച്ച് ചേർത്തുള്ള പ്രവർത്തനമാകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുകയെന്ന് മേയർ അഡ്വക്കേറ്റ് വി രാജേഷ്. പ്രത്യയശാസ്ത്രപരമായി മാത്രമാകും എതിർപ്പ്. വികസന കാര്യത്തിൽ എല്ലാ കൗൺസിലർമാരോടും തുല്യ സമീപനമെന്നും വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരത്ത് ചിരി ക്ലബ്ബ് ഒരുക്കിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മേയർ. നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിൽ തന്റെ കാഴ്ചപ്പാടുകളാണ് വി രാജേഷ് പങ്കുവച്ചത്. വികസന കാര്യത്തിൽ എല്ലാവരോടും തുല്യ സമീപനമാണ് തനിക്കുള്ളത്. 101 വാർഡുകളും വികസിക്കുമ്പോൾ മാത്രമേ തിരുവനന്തപുരം നഗരസഭയിൽ വികസനം സാധ്യമാവുകയുള്ളൂ എന്നും മേയർ വി രാജേഷ് പറഞ്ഞു. വികസനത്തിന്റെ കാര്യങ്ങളിൽ 101 പേരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞത്, തിരുവനന്തപുരം കോർപ്പറേഷൻ വേസ്റ്റ് മാനേജ്മെന്റ് പക്കയാവണമെങ്കിൽ 101 വാർഡിൽ നിന്ന് മാലിന്യം മാറണം. അല്ലാതെ എൻ്റെ പാർട്ടിയിലെ കൗൺസിലർമാർ ജയിച്ച വാർഡിൽ മാത്രം മാലിന്യം അടുത്ത അമ്പടത്തോടെ കിടക്കും. തെരുവ് നായ്ക്കൾ അമ്പടത്ത് മാത്രം പിടിച്ചാൽ മറ്റുള്ള അമ്പടത്ത് തെരുവ് നായ്ക്കളോടെ കിടക്കും. അപ്പോൾ തിരുവനന്തപുരം ക്ലീൻ ആവണമെങ്കിൽ 101 വാർഡ് ക്ലീൻ ആവും. തെരുവുനായ വിഷയത്തിൽ ചെന്നൈയിലെ മാതൃക നടപ്പിലാക്കാൻ പരിശോധിക്കും. മാലിന്യ സംസ്കാരത്തിലടക്കം പുത്തൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നും വി രാജേഷ് പറഞ്ഞു. ഷെൽട്ടർ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു 250-500 നായ്ക്കളെ ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടിനകത്തറിയാം. പക്ഷേ ഇതെല്ലാം കൂടെ ഇങ്ങനെ ബഹളം കാണിക്കുമ്പോഴേക്കും ആ പ്രദേശത്ത് ആർക്കും ഉറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനം ചെന്നൈയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ കഴിയുമെങ്കിൽ അവിടെ പോയിട്ട് ഈ സാധ്യതയിൽ കാണാനുള്ള ഒരു പരിശ്രമമാണ്. കാരണം സൗണ്ട് പ്രൂഫ് അല്ലെന്നുണ്ടെങ്കിൽ ഷെൽട്ടറിൽ അടച്ചാലും ഇതിൻ്റെ ബഹളം കാരണം ആൾക്കാരെ അനുവദിക്കില്ല. വികസന കാര്യത്തിൽ നഗരസഭയ്ക്ക് വ്യക്തമായ പദ്ധതികളുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കുമെന്നും മേയർ പ്രതികരിച്ചു. അപ്പോൾ ഇന്നും സംസ്ഥാന പ്രസിഡന്റുമായിട്ട് 1 മണിക്കൂർ ഇരുന്നപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞതുപോലുള്ള തെരുവുനായയുടെ പ്രശ്നവും വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരും 11-ാം തീയതി ഏത് തരത്തിലുള്ള പ്രപ്പോസലാണ് അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കേണ്ടതെന്ന് 1 മണിക്കൂർ ഇന്ന് രാവിലെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചർച്ച ചെയ്തിട്ട് എക്സ്പെർട്ടുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒപ്പീനിയൻ എടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. തിരുവനന്തപുരം ചിരി ക്ലബ്ബ് സംഘടിപ്പിച്ച ചിരിച്ചും ചിരിപ്പിച്ചും മേയർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മേയർ വി രാജേഷ്. വികസന കാര്യങ്ങളിൽ എണ്ണിപ്പറഞ്ഞും കുശലം പറഞ്ഞും ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് മേയർ അവിടെ നിന്ന് മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.